ഹലോ. അപ്പം ഞാനൊരു ചെറിയൊരു വ്ലോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷവും നമുക്ക് കുറച്ച് ജോലികളൊക്കെ കാണത്തില്ലേ, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. മക്കളെ പറഞ്ഞയച്ചതിന് ശേഷം നേരെ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. പോയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം മടക്കി മാക്സിമം ഞാൻ എൻ്റെ ബെഡ് നീറ്റാക്കി വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കർട്ടനെല്ലാം മാറ്റി ജനലെല്ലാം തുറന്നിടാറുണ്ട് കേട്ടോ. റൂമും ഹോളും ഒക്കെ നമ്മളെ വീട് എപ്പോഴും വെളിച്ചത്തിൽ നിൽക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ക്ലീനിങ്ങിലോട്ട് പോകും. ഈ ക്ലീൻ ചെയ്തിടുന്നതൊക്കെ നമ്മളെ മക്കൾ വരും വരെ ഉള്ളൂ കേട്ടോ. അവർ വന്നാൽ പിന്നെ വീട് വൃത്തിയായിട്ട് കിടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിലൊക്കെ മക്കളെ പറഞ്ഞയച്ചതിന് ശേഷം നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ പോകാറ്. പാത്രങ്ങളെല്ലാം ചില ദിവസങ്ങളിൽ പാത്രങ്ങളൊക്കെ കാണാൻ കഴുകാൻ. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് നേരെ ക്ലീനിങ്ങിലോട്ട് പോയത്. പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല വെയിൽ കാണുന്നുണ്ടായിരുന്നേ. അങ്ങനെ 2 ദിവസം മുമ്പ് കഴുകി അകത്ത് ഷെഡിലിട്ടിരുന്ന തുണികളെല്ലാം ഒന്നും കൂടെ എടുത്ത് വെയിലത്തോട്ട് ഇടുകയാണ്. കുറച്ച് വെയിൽ കിട്ടിയാൽ മതി, അതെല്ലാം നല്ലതുപോലെ ഉണങ്ങി കിട്ടും. മഴ തുടങ്ങിയാൽ നമുക്ക് തുണികളൊക്കെ ഉണങ്ങി കിട്ടാനായിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ട്. ഞാൻ നോക്കുന്നത് വേറൊന്നുമല്ല, വന്ന വെയിൽ പെട്ടെന്ന് എങ്ങോട്ടോ പോയതുപോലെയൊക്കെ തോന്നി. അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നേരെ റൂമിലോട്ട് പോയി കഴുകാനായിട്ട് ഇറങ്ങി കേട്ടോ തുണികൾ. 2 ദിവസത്തെ തുണി മഴയായിട്ട് എന്നെ കഴുകാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം തുണി കഴുകാമെന്ന് വിചാരിച്ച് കഴുകാനായിട്ടുള്ള തുണികൾ ഇടാനായിട്ടാണ് കേട്ടോ ഞാൻ ഈ ബക്കറ്റ് റൂമിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ മക്കൾ അതിൽ ഇടത്തില്ല. പിന്നെ സാധാരണ ഈ വാഷിംഗ് മെഷീനിൽ ഞാൻ അധികം തുണി കഴുകാറില്ല. നോർമലി ഇങ്ങനെ സർഫിൽ തുണി മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് പിന്നെ ഞാൻ അത് വാഷിംഗ് മെഷീനിലിടും ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. അത് മഴ ഉണ്ടെങ്കിലും മഴ ആയാലും വെയിലായാലും ഞാൻ തുണി കഴുകിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടാണ് കേട്ടോ ട്രൈ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ കാര്യങ്ങളെല്ലാം കഴിയും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പടിച്ചു കേട്ടോ. അങ്ങനെ ലേപ്പം കഴിച്ചായിരുന്നു. ഇത് ഇന്നലെ ഇക്ക മേടിച്ചിട്ട് വന്നതാണ്. അപ്പം മക്കൾക്ക് ഇഡ്ഡലിയും ചമ്മന്തിക്കറിയാണ് കേട്ടോ സ്കൂളിൽ കൊടുത്തു വിട്ടത്. ഇത് ആവി കയറ്റിയിട്ട് പിന്നെ കഴിച്ചായിരുന്നു. അത് കഴിച്ചിട്ട് ഒരു ഏത്തപ്പഴം കൂടെ കഴിച്ചു. ഇനി കിട്ടുന്ന കുറച്ച് ഗ്യാപ്പിൽ പോയി റീൽസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി വിഴുക്ക് വെച്ചായിരുന്നു. പയറും കായും കൂടെ ചേർന്നിട്ടുള്ളൊരു വിഴുക്ക്. രസം വെച്ചായിരുന്നേ. മീൻകറി ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി ചോറൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ചോറെല്ലാം കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു മഴ പെയ്തായിരുന്നു. ഭാഗ്യത്തിന് തുണിയെല്ലാം ഉണങ്ങി കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 2 മണിയാവും. മക്കൾ ഏകദേശം ഒരു 2:20 2:25 ആകുമ്പോഴത്തേക്കും വീട്ടിൽ വരും കേട്ടോ. നമ്മൾ സാധാരണ അങ്ങ് നേരെ മെയിൻ റോഡിലോട്ടാണ് പോയി നിൽക്കാറ്. ഇന്ന് നല്ല മഴയുള്ള ദിവസങ്ങളിൽ അവർ മുകളിൽ കൊണ്ടാക്കും. അവർ സ്കൂൾ ബസ്സിലല്ല കേട്ടോ, പ്രൈവറ്റ് ഓട്ടോയിലാണ്. അപ്പം ഇതാ മക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. താങ്ക് യു.